വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 10:15 വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി തുറമുഖം നടന്നു കാണും. 10,000-കണക്കിന് പേർ കമ്മീഷനിങ്ങിന് സാക്ഷിയാകാനെത്തും. രാവിലെ 9:30 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകും. വിവരങ്ങൾ നൽകാൻ വിഴിഞ്ഞത്ത് നിന്ന് വി വിനീഷ്, ടിൻഡു ദാസ്, പ്രജിത്ത് മോഹനൻ, ആഴിമലയിൽ നിന്നും അഖിൽ പാലോട്ടുപടം, രാജ്ഭവനിൽ നിന്ന് എം മനോജ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, രാവിലെ 10:15 വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി തുറമുഖം നടന്ന് കാണും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിഴിഞ്ഞത്തെ പരിപാടികൾ, ഉദ്ഘാടന ചടങ്ങുകൾ, അതിൽ അതിഥിയാകാൻ എത്തുന്ന ആളുകൾ ആരൊക്കെ? നിഖിലെ, നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി രാവിലെ 9:30 മണിയോടുകൂടി തന്നെ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തും. അവിടെ നിന്നായിരിക്കും പ്രധാനമന്ത്രി ഞാൻ നിൽക്കുന്ന ഈ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന തുറമുഖത്തിന്റെ ഉദ്ഘാടനം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി അദ്ദേഹം എത്തുക. എന്തായിരുന്നാലും 11 മണിക്ക് ശേഷമാണ് ഔദ്യോഗിക പരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏറ്റവും ശക്തം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു. ബൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതീവ സുരക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രധാനമന്ത്രി പറന്നിറങ്ങുന്ന സമയത്ത് പോലും അതീവ സുരക്ഷ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതീക്ഷയോടുകൂടി രാജ്യം വികസന കുതിപ്പിനായി കാത്തിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാർ പങ്കെടുക്കും. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായി 3 പേരാണ് എത്തുന്നത്. സുരേഷ് ഗോപി, ഒപ്പം തന്നെ ജോർജ് കുര്യൻ, കേരളത്തിന്റെ പ്രതിനിധീകരിച്ചുള്ള 2 പേർ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേന്ദ്ര തുറമുഖ മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. 3 മന്ത്രിമാർ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൽ തന്നെയായിരിക്കും ഈ ഒരു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. വികസന കുതിപ്പിലേക്ക് അനന്തപുരി മാറുന്നു, കേരളം മാറുന്നു, ഒപ്പം രാജ്യവും അത്തരത്തിൽ വികസന കുതിപ്പിലേക്ക് മാറുന്ന ഒരു സുലഭമായ നിമിഷത്തിലേക്കാണ് ഇനി കടക്കാനിരിക്കുന്നത്. എന്തായിരുന്നാലും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ സ്വപ്ന പദ്ധതി, രാജ്യത്തിന്റെ തന്നെ ലോകത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു സമർപ്പണം രാജ്യത്തിന് സമർപ്പിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിഖിലെ, നമ്മോടൊപ്പം ഇപ്പോൾ ടിൻഡും കൂടിയുണ്ട്. ടിൻഡു, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികസനത്തിന്റെ ഒരു കുതിപ്പ്, അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനത്തിന്റെ ഡബിൾ മടങ്ങ് കുതിപ്പൊക്കെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അനന്തപുരിയുടെ ഒരു പത്മനാഭന്റെ മണ്ണ് പൂർണ്ണമായും തന്നെ ഒരു പുതിയ ചരിത്രം ഇന്ന് കുറിക്കുകയാണ്. ഈ ചരിത്രത്തിനായി കാത്തിരുന്ന നിമിഷങ്ങൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഒരു പ്രവർത്തനം, ആ സ്വാതന്ത്ര്യ കാലാനന്തരത്തിന് ശേഷം ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് വിഴിഞ്ഞത്തിനെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തെ വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായിട്ടും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് വിശ്വഭാരതത്തിലേക്കുള്ള ഒരു കവാടം തന്നെയാണ്. ഒരു വലിയൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വിഴിഞ്ഞം അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ലോക വ്യവസായ ഭൂപടത്തിൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയൊരു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു തുറമുഖം. അപ്പോൾ ആ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിന് ലഭിച്ചിട്ടുള്ള പ്രത്യേകതകൾ തന്നെയാണ്. കാരണം ഒരുപക്ഷെ 1990 മുതൽ ഈ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും 2015 ശേഷം വേണ്ടി വന്നു, ഒരു വ്യാഴവട്ടക്കാലം വേണ്ടി വന്നു, നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു ആ ഒരു തുറമുഖത്തെ അതിൻ്റെതായ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനെന്ന് നമുക്ക് തോന്നുന്നു. തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആഴം തന്നെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഴം ഒരുപക്ഷെ ആ തുറമുഖത്തെ വലിയ കണ്ട രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ട് 2 തുറമുഖങ്ങളാണുള്ളത്, കൊച്ചിയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞവും. കൊച്ചി തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി തുറമുഖം സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും ആഴം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ട തുറമുഖം, ഒരു സെഡിമെൻ്റൽ തുറമുഖമാണെന്ന് പറയും. കാരണം വിവിധ പുഴകളിൽ നിന്നും മറ്റും സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടി അവിടെ സ്വാഭാവികമായിട്ടും ആഴത്തെ കുറയ്ക്കുന്നതാണ്. ആ ആഴം കുറച്ചാണ് വെല്ലിംഗ്ടൺ പോലുള്ള ഐലൻഡ് വരെ അല്ലെങ്കിൽ ഒരു ഐലൻഡ് വരെ രൂപപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം തൊട്ടപ്പുറത്ത് പൊഴിയൂരാണ്. പൊഴിയൂരിലാണ് നെയ്യാർ
നെയ്യാർ നദി വന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു അഴിമുഖത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു നദികളോ ഒന്നും വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷാവർഷമായിട്ട് ഒരു ഡ്രഡ്ജിങ് നടത്തി അത്രയും തുക മെയിൻ്റെനൻസിന് കളയേണ്ട ആവശ്യം. പ്രകൃതി തന്നെ പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്ന ഒരു 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 വലിയൊരു ആഴം കൂടിയ ഒരു തുറമുഖ പ്രദേശം, രാജ്യത്ത് തന്നെ കാണുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പോർട്ടിന് സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രകൃതിയുടെ ഒരു വലിയൊരു ഘടന രൂപപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഏകദേശം 20 മീറ്റർ 20 മീറ്റർ താഴ്ചയുള്ള വലിയൊരു പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തെ പണ്ട് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഈ ഒരു വിഴിഞ്ഞം പോർട്ട് എന്ന ഒരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 60 വർഷം UPS സർക്കാർ രാജ്യം ഭരിച്ചു. അതിനുശേഷം ആ ഒരു കാലഘട്ടം എന്തൊരു വികസനമായിരുന്നു നടന്നത്. ഇപ്പോൾ പൊതുവെ നമ്മൾക്ക് ഈ ഒരു വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പിടിവലിയാണ്. ആരാണ് വിഴിഞ്ഞത്തെ കൊണ്ടുവന്നത്? കോൺഗ്രസ് പറയുന്നു ഉമ്മൻചാണ്ടി കാലത്ത് തറക്കല്ലിട്ടു. അതിനുശേഷം LDF പറയുന്നു ഞങ്ങളാണ്, പിണറായി സർക്കാരിൻ്റെ നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം. വലിയ പരസ്യങ്ങളൊക്കെയാണ് കൊട്ടിക്കോഷിച്ച് പിണറായി സർക്കാർ നൽകുന്നത്. ആ ഒരു ഘട്ടമൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ 60 വർഷക്കാലം പിണറായി സർക്കാർ UPയുടെ ഭാഗമായിരുന്നു, UPA സർക്കാരിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഇടതുപക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം, ആ ഒരു വ്യാഴവട്ടക്കാലം, നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യാഴവട്ടക്കാലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ വികസന കുതിപ്പിലേക്ക് ഈ വിഴിഞ്ഞത്തെ എത്തിച്ചത് എന്ന് പറയേണ്ടി വരില്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഒരു പദ്ധതി കല്ലിടുക അല്ലെങ്കിൽ ഒരു പദ്ധതിക്ക് കുറ്റിയടിക്കുക എന്ന് പറയുന്നതിലും അപ്പുറത്തേക്ക് ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഈ തുറമുഖത്ത് വിവിധ തരം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം നടക്കുന്ന സമരം എന്ന് പറയുന്നത് തുറമുഖം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഒരു കൂട്ടം ആളുകൾ, അതായത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഇത് വിഴിഞ്ഞമല്ല, വിഴിഞ്ഞത്ത് നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാറി മുല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശം. കൃത്യമായി പറഞ്ഞാൽ റോഡ് മാർഗം നോക്കുമ്പോൾ 3 കിലോമീറ്റർ മാറിയുള്ള മുല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശം. നമ്മൾ സ്വാഭാവികമായി മുല്ലൂരിനെ കുറിച്ച് ആർക്കും അറിയില്ല. വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക, കൃത്യമായി പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം എന്ന പേരാണ് അന്താരാഷ്ട്ര ലോകത്ത് കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മുല്ലൂർ എന്ന് പറയുന്ന വിഴിഞ്ഞത്ത് നിന്ന് മാറി റോഡ് മാർഗം നോക്കിയാൽ, റോഡ് മാർഗമാണ് അത്, റോഡ് മാർഗം നോക്കുമ്പോൾ 3 കിലോമീറ്റർ മാറി വരുന്ന ഒരു ഗ്രാമീണ പ്രദേശം. ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ടിൻഡു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഡെവലപ്പ് ചെയ്യാൻ, ആ ഡെവലപ്മെന്റിലേക്ക് എത്താൻ ഒരു വലിയ കാലഘട്ടം, ഒരു വലിയ കാലതാമസം, വലിയ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്കത് ഓർത്തെടുക്കാൻ കഴിയും. ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് ആ പ്രതിസന്ധിയൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു ഘട്ടമാണ്. ഒരു ചരിത്രമുണ്ട് ഇതിന് പുറകിലും. ഈ എന്താ പറയുക, നമുക്ക് വിഴിഞ്ഞത്തിന് മുൻപുള്ള ചരിത്രവും വിഴിഞ്ഞത്തിന് ശേഷമുള്ള ചരിത്രവും അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം പറ്റുക. വിഴിഞ്ഞത്തിന് മുൻപുള്ള കാലഘട്ടത്തെ എങ്ങനെ ഓർക്കാം? തീർച്ചയായിട്ടും ഈ മുല്ലൂർ തന്നെ തുടങ്ങാം. മുല്ലൂർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് മത്സ്യബന്ധന പ്രദേശം, പക്ഷേ അങ്ങനെയല്ല. ഇതൊരു ക്ലിഫ് മോഡൽ പാറ കൊണ്ട്, അതായത് തീരത്തോടനുസരിച്ച് തന്നെ ഒരു പാറക്കെട്ടുകൾ രൂപീകരിച്ചപ്പെട്ടൊരു പ്രദേശം. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഡയറക്റ്റായിട്ട് കടലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ തീരെ ഉപേക്ഷിച്ച് പോയൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണ ഇതൊരു മേജർ ഹിന്ദു പോപ്പുലാരിറ്റി ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ മേജർ ഹിന്ദു പോപ്പുലാരിറ്റി ഉള്ള ആളുകൾ ഇവിടെ നിന്ന് ഈ പാറക്കെട്ടുകളിൽ നിന്ന് കക്ക വാരി ജീവിച്ചു പോകുന്ന സ്ഥലമാണ്. സാധാരണ തിരുവനന്തപുരംകാർ പറയുന്ന കക്ക എന്നല്ല, ചിപ്പി എന്നാണ് അതിനെ പറയുന്നത്. ചിപ്പി ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ പിടിച്ചിരിക്കുന്ന ചിപ്പി അത് തന്നെയായിരുന്നു ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കാലഘട്ടത്തിലെ ഉപജീവന മാർഗം. അതുകൊണ്ടാണ് ഇവർ മത്സ്യബന്ധനം തൊട്ടടുത്ത വിഴിഞ്ഞം ആ പ്രദേശത്തേക്ക് പോകുന്നതും. ഇവിടെ പാറക്കെട്ടുകളുടെ രൂപീകൃതമായ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സാധ്യത നിലനിന്നുകൊണ്ട് ഈ ചിപ്പിയുടെ ഒരു അതിജീവനത്തിൽ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിച്ച സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രദേശമാണ്. അവര് സ്വാഭാവികമായിട്ടും അവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരാണ് ആദ്യം ഈ തുറമുഖം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 13 വർഷത്തിന് മുന്നെയാണ് ഇവർ സമരം ചെയ്യുന്നത്. അതിനുശേഷം തുറമുഖം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ സമരം ചെയ്യുന്നത്. അതൊരു സംഘടിതമായിട്ടുള്ള സമരമായിരുന്നു. അതൊരു പ്രത്യേകമായിട്ടുള്ള അജണ്ട വെച്ച് കൊണ്ടുവന്ന സമരം. ആ സമരമൊക്കെ സംഘടിതമായ മതവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം, അങ്ങനെയല്ലേ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും? അങ്ങനെ തന്നെ വിശേഷിക്കാൻ പറ്റും. അതൊരു പ്രത്യേക അജണ്ട കൊണ്ട് രൂപീകരിക്കപ്പെട്ട സമരം. ആ സമരം തന്നെ പിന്നെ ഒരു ഘട്ടത്തിൽ 2ആയിട്ട് അതിന് വിള്ളൽ വരുന്നു. ഒരു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം, ഒരു 3000-ഓളം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല, ഈ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചത് മതവിഭാഗം 3000-ഓളം ആളുകൾ ചേർന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു ഘട്ടം വരെയൊക്കെ എത്തി. അത്രയും ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോയൊരു തുറമുഖമാണ്. അതുപോലെ തന്നെ ഓഖി എന്ന് പറയുന്നത് തീരത്തെ മാറ്റിമറിച്ചു
അട്ടിമറിച്ചു കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു. കാരണം ഇവിടെ ഒരു വല്ലാത്ത രീതിയിലൊരു സെഡിമെന്റ്സ് മണൽ അടിഞ്ഞു കൂടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ് നടത്തി ഓഹിക്ക് ശേഷമാണ് ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ ഡ്രഡ്ജിങ് നടത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഡ്രഡ്ജ് നടത്തേണ്ടത്, നമ്മളിപ്പോൾ ചരിത്രങ്ങളിലേക്കാണ് പോകുന്നത്, ഡ്രഡ്ജ് നടത്തേണ്ടായിരുന്നു. പക്ഷേ ഓഹിക്ക് ശേഷം ഡ്രഡ്ജിങ് നടത്തേണ്ടി അതൊരു വലിയ കാലതാമസമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇതൊരു സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന പദ്ധതിയാണ്, കേന്ദ്ര സഹായത്തോടു കൂടി നടത്തുന്ന പദ്ധതി. അടുത്ത 40 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തിന് ഗണ്യമായ വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശ്വഭാരതത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് തന്നെ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ അകലെ മാത്രം, അതായത് യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള കടൽ മാർഗം, ആ കടൽ മാർഗത്തിൽ നിന്നും 10 നോട്ടിക്കൽ അകലെ മാത്രമുള്ളൊരു തുറമുഖമാണ്. നേരത്തെ ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തുറമുഖങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കൊളംബിയ, സിംഗപ്പൂർ പോലുള്ള തുറമുഖങ്ങളായിരുന്നു. പക്ഷേ വിഴിഞ്ഞം വന്നതിന് ശേഷം മറ്റു രാജ്യങ്ങൾ നമ്മളെ ആശ്രയിക്കാൻ തുടങ്ങി. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകതയുണ്ട്, അറിയാമോ എന്താണെന്ന്? മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കാനുണ്ടായ ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് തന്നെയാണ് ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനലിന് അടുത്ത് കിടക്കുന്നത് കൊണ്ടും അവരുടെ വ്യവസായം പെട്ടെന്ന്, അതായത് മറ്റു രാജ്യങ്ങൾക്ക് ഇവിടെ നിന്നും മറ്റു രാജ്യങ്ങളിൽ കപ്പൽക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ആ കപ്പൽ ചേഞ്ച് ചെയ്യാനോ കപ്പൽ ചേഞ്ച് ചെയ്യാനോ ബങ്കിങ് നടത്താനോ ഒക്കെയുള്ള അവസരമുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് തിരികെ മടങ്ങി പോകാനുള്ളൊരു അവസരമുണ്ട്. ഈ മെഡിറ്ററേനിയൻ പാതയിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടിയ ഒരു തുറമുഖമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ 8,800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ വിഴിഞ്ഞം തുറമുഖത്ത് മാത്രം വന്നത്. പിന്നീടുള്ളത് അതിൻ്റെ തൊഴിൽ സാധ്യതകളാണ്. തൊഴിൽ സാധ്യതകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോലി ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ. 50% സ്ത്രീ പങ്കാളിത്തം കൊണ്ടുവരിക എന്നാണ് തുറമുഖത്തിൻ്റെ ഉദ്ദേശം. തുറമുഖത്തെ ചുറ്റിപ്പറ്റി വരുന്ന വികസന പ്രവർത്തനങ്ങൾ, അതായത് വിഴിഞ്ഞം തുറമുഖത്തെയും നാവായിക്കുളത്തെയും പുനലൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരുന്ന റിംഗ് റോഡ് പദ്ധതി, അതോടൊപ്പം തന്നെ ഈ റെയിൽവേ, ഭൂഗർഭ റെയിൽവേ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ടൂറിസം മേഖലയിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ 2ാം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിലാണ് വരുന്നുവെങ്കിലും 1ാം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ പ്രേക്ഷകർ ഇന്ന് കൂടുതൽ കാത്തിരിക്കുന്നത് ഇതിന്റെ ചരിത്രം, ഇതിന്റെ ഇനിയുള്ള കാലഘട്ടം, ഇതൊക്കെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ഇതിന്റെ നമ്മുടെ പുറകിലായിട്ട് കാണുന്ന ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാണുന്ന നമ്മൾ കാണുന്നത് എന്താണ്, അതിന്റെ ഒരു വിശദീകരണമാണ്. പ്രേക്ഷകർക്ക് എന്താണ് ഇനി ഇവിടെ ഉള്ളത്? ആരും നേരിട്ട് വന്ന് അവർക്ക് കാണാൻ സാധിക്കാത്ത പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അവിടെ എന്താണുള്ളത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയാണ് വലിയ ചരക്ക് ഉള്ള ഒരു ട്രാൻസ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, എന്താണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു പ്രത്യേകത വിഴിഞ്ഞത്തിനുണ്ട് അല്ലെ? ഈ ചരക്ക് ഇറക്കാനും കയറ്റാനും ഒരേ സമയം ഇറക്കാനും കയറ്റാനും സാധിക്കുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം. അങ്ങനെ പല പ്രത്യേകതകളും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനുണ്ട്. നമ്മുടെ പത്മനാഭന്റെ മണ്ണിലുള്ളവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് പുറകിലായി കാണുന്ന ഇതൊക്കെ എന്താണ്? അത് നമുക്ക് ക്യാമറാമാൻ്റെ അടുത്ത് അതൊന്ന് അങ്ങോട്ടേക്ക് സൂം ചെയ്ത് പ്രേക്ഷകർക്ക് കാണേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് ഈ തുറമുഖത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ആ ഉയർന്നു കാണുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നത് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ എന്നാണ്. അതായത് ആ 8 ക്രെയിനുകളാണ് ചരക്കുകൾ, അതായത് കപ്പലിൽ നിന്നും ചരക്കുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. പിന്നീട് ആ പൊക്കം കുറഞ്ഞു ഉയർന്നു കാണുന്ന ക്രെയിനുകൾ 8 ക്രെയിനുകളാണ്. ഉയരം കൂടിയ ക്രെയിനുകൾ 8 ക്രെയിനുകൾ. ആ ഉയരം കുറഞ്ഞ ക്രെയിനുകളാണ് യാർഡ് ക്രെയിനുകൾ. ഈ യാർഡ് ക്രെയിനുകളാണ് കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറുകൾ വിനിമയം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നത്. ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെയും യാർഡ് ക്രെയിനുകളെയും നിയന്ത്രിക്കുന്നത് ഈ തുറമുഖത്തിനകത്ത് തന്നെയുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റമാണ്. ഈ നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മദ്രാസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെയും യാർഡ് ക്രെയിനുകളെയും നിയന്ത്രിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
പറയുന്നത് ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുക, അറ്റ് എ ടൈം അവിടെ നിന്ന് ആ കപ്പൽ തീരം വിടുക. ഇതാണ് ഒരു തുറമുഖത്തിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ഒരു ക്ഷമത എന്ന് പറയുന്നത്. ആ ക്ഷമത കൈകാര്യം ചെയ്യുന്നതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിജയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു വർഷം 1.5 മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള രീതിയിലേക്കാണ് തുറമുഖത്തെ ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ സിസ്റ്റത്തെയും കൈകാര്യം ചെയ്യുന്നത് ഒരു നാവിഗേഷൻ സെന്ററാണ്. ആ നാവിഗേഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യോമയാന പാതയ്ക്ക് പോലെ സമാനമായിട്ടുള്ളൊരു ഒരു വെസൽ മാനേജ്മെന്റ് വേയും തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെ പോകുന്ന ഏത് രാജ്യ നിർമ്മിതമായിട്ടുള്ള ഏത് കമ്പനി നിർമ്മിതമായിട്ടുള്ള കപ്പലുകളെയും അറിയാനുള്ള രീതിയിൽ ഒരു വെസൽ മാനേജ്മെന്റ് സിസ്റ്റം ഈ തുറമുഖത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബെർത്താണ്. 800 മീറ്റർ ബെർത്താണ്. ബെർത്ത് എന്ന് പറയുന്നത് കപ്പൽ വന്ന് നിൽക്കുന്ന ഭാഗം 800 മീറ്റർ ബെർത്താണ്. ഈ ബെർത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പൽ വന്ന് നമ്മൾ ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒരു കപ്പൽ വന്ന് ആ കപ്പലിന് ആ ബെർത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തിരിയാൻ സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാൻ ഫെർണാണ്ടോ വന്ന സമയത്ത് ഈ കപ്പലിന് ഈ ബെർത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഡീവിയേറ്റ് ചെയ്ത് വന്ന പാതയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ എന്നതായിരുന്നു ചർച്ച. പക്ഷെ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി. അതിനുശേഷം ക്ലൗഡ് ഗ്രാഡറ്റ് വരുന്നു, അതിനുശേഷം പാനലോമ വരുന്നു, അതിനുശേഷം ടർക്കിയ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഹ്യൂജ് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പലുകളാണ്. ഈ കപ്പലുകൾക്കൊക്കെ അനായാസം ആ ബെർത്തിനകത്ത് തിരിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ബെർത്തിനകത്ത് ഏതാണ്ട് 2 കപ്പലുകൾ ഒരേ സമയം ബെർത്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പറയുന്നത്, നമ്മൾ ഇന്ന് വരാൻ പോകുന്ന മെഹ്ക കപ്പലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ഈഫൽ ടവറിനേക്കാളും നീളത്തിൽ ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ള കപ്പൽ. അതായത് ബെർത്തിന്റെ അതേ നീളമുള്ള 400 മീറ്റർ നീളമുള്ള മെക്ക എന്ന് പറയുന്ന ഒരു കപ്പലാണ് ഇവിടെ ഇന്ന് തീരത്തേക്ക് എത്തുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബെർത്തിന്റെ കാര്യം ടിൻഡു ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ബെർത്തിന്റെ പൂർണ്ണമായ ഒരു നീളമാണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ്. ആ 800 മീറ്റർ നീളത്തിലേക്ക് ആ ബെർത്ത് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബെർത്തിന് 2ാം ഘട്ടത്തിലേക്ക് 1200 മീറ്ററിലേക്ക് അത് നീങ്ങേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ള പണിയും 2ാം ഘട്ടത്തിലേക്ക് ഈ പ്രധാനമന്ത്രി ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തിന് നമ്മുടെ തുറമുഖം സമർപ്പിക്കുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അടുത്ത 2ാം ഘട്ട പണിയും ആരംഭിക്കുകയാണ്. എന്തായിരുന്നാലും 800 മീറ്റർ ബെർത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ പുലിമുട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. അപ്പോൾ പുലിമുട്ട് നിർമ്മാണം ഇപ്പോൾ നിലവിൽ 3000 മീറ്റർ നീളത്തിലെ പുലിമുട്ട് നിർമ്മാണം നടന്നു കഴിഞ്ഞു. ഇനി എത്ര മീറ്ററാണ് പുലിമുട്ടിന്റെ നിർമ്മാണം വേണ്ടി വരിക? അതോടൊപ്പം തന്നെ ബെർത്തിന്റെ നീട്ടം നമ്മൾ സൂചിപ്പിച്ചു. ബെർത്തിന്റെ നീട്ടം ടോട്ടലായിട്ട് ഇനി 2000 മീറ്റർ ആണെങ്കിൽ, പക്ഷേ അതിനി 1200 മീറ്ററും കൂടി ഇനി ചെയ്യാനുണ്ട്. 800 മീറ്റർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ പുലിമുട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സാധാരണക്കാർ വിചാരിക്കും, നമ്മൾ നോർമലി എല്ലാ തീരങ്ങളിലും പുലിമുട്ട് നിർമ്മിക്കും പോലെ അതിന് സമാനമാണോ ഇവിടെ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. നമുക്കത് വളരെ വളരെ ഭംഗിയായിട്ട് പറയാം. നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പച്ച വിരിച്ച ഒരു ക്ലിഫും അതോടൊപ്പം തന്നെ നീല ആൽഗകൾ നിറഞ്ഞ ഒരു തീരവുമാണ്. ഈ തീരത്തിന്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തെ സംരക്ഷിക്കുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പുലിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരത്തെ സംരക്ഷിക്കാൻ 3000 മീറ്ററാണ് പുലിമുട്ട് നീളം. അതൊരു കർവ്ഡ് സീസണായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു വളഞ്ഞ ഒരു രൂപത്തിലാണ് ഈ പുലിമുട്ട് വരുന്നത്. ആ പുലിമുട്ടിന്റെ കടലിനടിയിൽ നിന്നും നമ്മുടെ തീരത്തേക്കുള്ള നീളം 11 നില കെട്ടിടത്തിന്റെ പൊക്കത്തിലാണ് ഈ പുലിമുട്ട് താഴേക്ക് അടിച്ചത്. ഈ പുലിമുട്ട് എന്ന് പറയുന്നത് ടെട്രാപോഡ് എന്ന് പറയുന്ന രൂപമാണ്. അതായത് മണലിൽ 3 തരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുള്ള രൂപം. ഇത് തീരത്തെ സംരക്ഷിക്കുക, വലിയ തിരമാലകളിൽ നിന്നും വലിയ മണ്ണൊഴുക്കിൽ നിന്നും തീരത്തെ സംരക്ഷിക്കുക എന്നതാണ് പുലിമുട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നിലവിൽ 3000 മീറ്ററോളം പുലിമുട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഏതാണ്ട് 900 മീറ്ററോളം പുലിമുട്ടാണ്. അതായത് അടുത്ത വരുന്ന 1200 മീറ്റർ ബെർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള 900 മീറ്റർ പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. 2000 മീറ്റർ ബെർത്തും
അതോടൊപ്പം തന്നെ 3900 മീറ്റർ പുലിമുട്ടും. ഇനി നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സ്ക്ലൂസീവ് സാഹചര്യത്തിൽ സാധനം അത് 240 മീറ്റർ എന്ന് പറയുന്നത് ഫ്യൂവൽ ബങ്കിങ്ങിന് വേണ്ടിയുള്ള ഫ്യൂവൽ ബങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളെ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് വന്ന് ഇന്ധനം ചേഞ്ച് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ട് 240 മീറ്റർ ബെർത്ത് ഫ്യൂവൽ ബങ്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കും. നിലവിലെ സാഹചര്യത്തിൽ ഫ്യൂവൽ ബങ്കിങ് ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. പക്ഷേ ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഫ്യൂവൽ ബങ്കിങ് എന്തായിരുന്നാലും നടക്കും. മറ്റു ലോകരാഷ്ട്രങ്ങളിലേക്കുള്ള കപ്പലുകൾ ഇവിടെ വന്ന് ഇന്ധനം നിറച്ചു പോകുന്ന ഒരു വലിയൊരു തുറമുഖം സംവിധാനം ഒന്നല്ലേ പറയാ, അതിനെന്താ പറയാ, വികസന കവാടം എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളാണ് അത് ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് MSC പോലുള്ള വലിയൊരു കപ്പൽ കമ്പനി, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽ കമ്പനിയായിട്ടുള്ള MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തീരത്ത് സ്ഥിര ജൈഡ് സർവീസായിട്ട് മാറിയിട്ടുണ്ട്. സ്ഥിര ജൈഡ് സർവീസ് എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനികളിലെ കപ്പലുകളാണെങ്കിൽ ഇവിടെ ടോക്കൺ വാങ്ങണം, ഏത് സമയത്ത് എത്തണം, ഏത് സമയത്ത് നമുക്ക് ബെർത്തിലേക്ക് പ്രവേശിക്കണം എന്ന കാര്യത്തൊക്കെ ടോക്കൺ വാങ്ങണം. ഒരു ജൈഡ് സർവീസ് ആവുന്ന സമയത്ത് നമുക്ക് അമ്മ വീട് പോലെയാണ്, എപ്പോഴും വന്നു പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം അത് വേറെ തരത്തിലാണ്. മദർ പോർട്ടായിട്ട് പൂർണ്ണമായിട്ടും മാറുകയാണ് അല്ലേ? അതിന്റെ മദർ പോർട്ടാണ്. കാരണം വന്നിട്ടുള്ള കപ്പലുകളെല്ലാം മദർ കപ്പലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു മദർ പോർട്ടാണ്. എനിക്ക് തോന്നുന്നു 280 കപ്പലുകൾ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ട്രയൽ റൺ പൂർത്തിയായതിനു ശേഷം 280ഓളം കപ്പലുകൾ വന്നിട്ടുണ്ട്. ഈ 280 കപ്പലുകളും മദർഷിപ്പുകളാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്ന പോലെ വിഴിഞ്ഞം തുറമുഖത്തെ ഇത്രയും കൊട്ടി ആഘോഷിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് ാണ്. ഈ തുറമുഖത്തിന്റെ ആഴം, ഈ തുറമുഖത്തിന്റെ പ്രത്യേകതയൊന്നും അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ അത്തരത്തിലുള്ളൊരു സംസാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനങ്ങളൊക്കെ ഈ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും വികസന കവാടത്തെ തുറക്കുന്ന, വികസന സാധ്യതകൾ തുറക്കുന്ന, ജോലി സാധ്യതകൾ തുറക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന്റെ എഞ്ചിനീയറിംഗ് ടെക്നോളജി, അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ്. അപ്പോൾ എന്തായാലും ഇവിടെ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കില്ല. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി 2028 തുറമുഖം പൂർണ്ണമായിട്ട് പ്രവർത്തനം ആരംഭിക്കും.